ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. അതിനായി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു ഹാഫ് നാരങ്ങയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് അത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. അതിനിട്ട് ആ പേസ്റ്റിലേക്ക് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, ഇവിടെ ഞാൻ ഹോൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, അത് മൊത്തം ഇതിലേക്ക് ഇട്ട് അതിൻ്റെ ആ പേസ്റ്റ് നല്ലോണം ചിക്കനിലേക്ക് പുരട്ടി ചേർത്ത് 1 മണിക്കൂറോളം ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി ഒരു ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് കാഷ്യൂവും കിസ്മിസും ഇട്ട് അതിനെ വറുത്ത് കോരിയെടുക്കുക. അതേ നെയ്യിലേക്ക് വഴനയിലയും ഗ്രാമ്പൂവും കറുവപ്പട്ടയും ഏലക്കയും കുരുമുളകും ഇട്ട് അതിനെ മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 4.5 കപ്പ് വെള്ളം പാനിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഹാഫ് നാരങ്ങയും കൂടെ ഇട്ട് അതിനെ നല്ലോണം തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 3 കപ്പ് ബസ്മതി റൈസ് അതിലേക്ക് ആഡ് ചെയ്യുക. 1 കപ്പ് ബസ്മതി റൈസിന് 1.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കി ബസ്മതി റൈസ് മേളിൽ നല്ലോണം കാണാൻ പറ്റുന്ന രീതിയിലാകുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അതിനെ അടച്ചു വെക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് തുറന്നിട്ട് അതിലൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ബസ്മതി റൈസ് റെഡിയായി. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കൻ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുകയാണ്. ഇത് ഒരു ഹാഫ് വറുത്താൽ മതി, നല്ലോണം വറുക്കണമെന്നില്ല, കുറച്ച് വറുത്താൽ മതി. അത് കഴിഞ്ഞ് അത് മാറ്റി വെക്കുക. ഇനി വേറൊരു പാനിലേക്ക് നേരത്തെ ഇട്ട സ്പൈസസ് തന്നെ നമ്മളിട്ട് അത് നല്ലോണം മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഗാർലിക്കും ജിഞ്ചറും കൂടി ഇട്ട് അതിനെ വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോളയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതിന് നല്ലോണം വഴറ്റിയെടുക്കുക. അതിൻ്റെ കളറ് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇടുക. അതും എല്ലാം നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ബിരിയാണി മസാല, അത് ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഇട്ടാൽ മതി, കടയിൽ നിന്ന് കിട്ടുന്നത്. ഒരു 3 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതെല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലോണം ഇതാവാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത് നല്ലോണം ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് നല്ലോണം ഇട്ട് അതിനെല്ലാം നല്ലോണം യോജിപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് അത് മൂടി വെച്ച് നല്ലോണം ചിക്കനും മസാലയും എല്ലാം പിടിക്കുന്നത് പോലെ നല്ലോണം മൂടി വെച്ച് അതിന് ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ലെയർ പോലെ ചിക്കനും റൈസും കൂടി ഇടാം. ആദ്യത്തെ ലാസ്റ്റ് ബോട്ടം ചിക്കനും അതിൻ്റെ മേളിൽ റൈസും കുറച്ച് കിസ്മിസും അതിൻ്റെ മേളിൽ ചിക്കനും അതിൻ്റെ മേളിൽ റൈസും ബാക്കി വരുന്ന കിസ്മിസും പിന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻ, അത് കടയിൽ നിന്ന് മേടിച്ചതാണ്, അതും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു. നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായി.